കഴിഞ്ഞ ദിവസമാണ് തന്റെ 10 വർഷത്തെ ഭരണകാലത്തിന് വിരാമമിട്ട് സകല ഉദ്യോഗസ്ഥരോടും നന്ദിയും പറഞ്ഞു ഭാര്യയുമൊത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലിഫ് ഹൗസിന്റെ പടികൾ ഇറങ്ങിയത്. മുഖ്യമന്ത്രി തന്റെ ഔദ്യോഗിക വസതി പൂട്ടി സ്വന്തം നാടായ കണ്ണൂരിലേക്ക് മടങ്ങിയതിന് തൊട്ടു പിന്നാലെ കേരളം ഭദ്രമാണെന്ന് വരുത്തി തീർക്കാൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പടച്ചുവിട്ട നുണക്കഥകൾ ഒന്നൊന്നായി പൊളിഞ്ഞു വീഴുകയാണ്. കേരളത്തിന്റെ ട്രഷറിയിൽ 4000 കോടി രൂപയുടെ മിച്ചമുണ്ട് എന്നും സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്നുമാണ് മന്ത്രി അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ഈ 4000 കോടി രൂപ എവിടെ നിന്ന് വന്നു എന്ന് പരിശോധിക്കുമ്പോഴാണ് സർക്കാരിന്റെ കള്ളക്കളി അത്രയും പുറത്താകുന്നത്. വാസ്തവത്തിൽ ഇത് സർക്കാരിന്റെ വരുമാനമല്ല, മറിച്ച് കേരള വാട്ടർ അതോറിറ്റിയെ കടക്കണിയിലാക്കി വായ്പയെടുത്ത പണമാണെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംസ്ഥാനത്തെ വാട്ടർ അതോറിറ്റി കരാറുകാർക്കും മറ്റുമായി ഏകദേശം 7000 കോടി രൂപയുടെ കുടിശ്ശികയാണ് നൽകാനുള്ളത്. കൂടാതെ ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട റോഡ് പുനർനിർമ്മാണത്തിനായി 1850 കോടി രൂപയും ആവശ്യമുണ്ട്. ഈ വലിയ ബാധ്യതകൾ തീർക്കാൻ സർക്കാർ കണ്ടെത്തിയ വഴി വാട്ടർ അതോറിറ്റിയെ കൊണ്ട് വായ്പ എടുപ്പിക്കുക എന്നതായിരുന്നു. നബാർഡിൽ നിന്ന് 9000 കോടി രൂപ വായ്പ എടുക്കാൻ സർക്കാർ വാട്ടർ അതോറിറ്റിക്ക് അനുമതി നൽകി. ഇതിൽ ആദ്യഘട്ടമായി എടുത്ത 5000 കോടി രൂപയിൽ 3000 കോടി മാത്രമാണ് വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയത്. ബാക്കി തുക ട്രഷറിയിൽ തന്നെ വെച്ചുകൊണ്ട് സർക്കാരിന്റെ സാമ്പത്തിക ഭദ്രതയായി കാണിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും എടുത്ത 4000 കോടി രൂപ കൂടി ട്രഷറിയിൽ എത്തിയിരിക്കുന്നത്. ഈ തുക ചൂണ്ടിക്കാണിച്ചാണ് ട്രഷറി നിറഞ്ഞിരിക്കുകയാണ് എന്ന് മന്ത്രി അവകാശപ്പെടുന്നത്. യഥാർത്ഥത്തിൽ പാവപ്പെട്ട കരാറുകാർക്ക് നൽകേണ്ട പണവും വികസന പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ച വായ്പാ തുകയും നൽകാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ജലജീവൻ മിഷൻ പോലുള്ള പദ്ധതികൾക്കായി എടുത്ത ഈ തുക വിനിയോഗിക്കാതെ ട്രഷറിയിൽ ഇട്ട് പലിശ ലാഭിക്കാനോ അല്ലെങ്കിൽ സർക്കാരിന്റെ മറ്റു ചിലവുകൾക്കായി വകമാറ്റാനോ ആണ് ശ്രമം നടക്കുന്നത്. ഇതിനിടയിൽ വാട്ടർ അതോറിറ്റിയുടെ അവസ്ഥ അതീവ ദയനീയമായി തുടരുകയുമാണ്. പ്രതിമാസം 22 കോടി രൂപയുടെ നഷ്ടത്തിലാണ് ഈ പൊതുമേഖലാ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഒരു വർഷത്തേതല്ല, പ്രതിമാസമാണ്, ഓരോ മാസവുമാണ് 22 കോടി രൂപ നഷ്ടത്തിൽപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ 9000 കോടി രൂപയുടെ വായ്പ തിരിച്ചടയ്ക്കണമെങ്കിൽ 3 മാസത്തിലൊരിക്കൽ ഏകദേശം 92.56 കോടി രൂപ പലിശ ഇനത്തിൽ മാത്രം നൽകേണ്ടി വരും. ഇത് വാട്ടർ അതോറിറ്റിയെ എന്നേക്കുമായി ഒരു വലിയ കടക്കണിയിലേക്ക് തള്ളിവിടുകയാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മന്ത്രി ബാലഗോപാൽ നടത്തിയ ഈ നീക്കം സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചയായിട്ടുണ്ട്. 10 വർഷം ഭരിച്ച മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസ് വിട്ടതിന് പിന്നാലെ പുറത്തു വരുന്ന ഈ വാർത്തകൾ സർക്കാരിന്റെ സാമ്പത്തിക മാനേജ്മെന്റ് എത്രത്തോളം ദയനീയമാണ് എന്ന് തെളിയിക്കുകയാണ്. സ്വന്തം വരുമാനമില്ലാതെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ പണയം വെച്ചും വായ്പ എടുപ്പിച്ചും ഖജനാവ് നിറച്ചുവെന്ന് അവകാശപ്പെടുന്നത് സാമ്പത്തിക തട്ടിപ്പാണെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ കണക്കുകൾ നിരത്തുന്ന ധനമന്ത്രിയുടെ കള്ളത്തരങ്ങൾ ഓരോന്നായി വിളിച്ചു വരുമ്പോൾ 10 വർഷത്തെ ഭരണത്തിനു ശേഷം പിണറായി വിജയൻ മടങ്ങുന്നത് തകർന്നടിഞ്ഞ ഒരു സമ്പദ് വ്യവസ്ഥയെ ബാക്കി വെച്ചാണ് എന്ന ആരോപണം ശരിവെക്കുകയാണ് ഈ വസ്തുതകൾ ഓരോന്നും. കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രത എന്നത് കേവലം കടമെടുത്ത തുകകളിൽ കെട്ടിപ്പൊക്കിയ ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ് എന്നും വരും ദിവസങ്ങളിൽ സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഈ കണക്കുകൾ നമ്മളോട് പറയുന്നുണ്ട്.